അധ്യാപിക, ചലച്ചിത്ര പ്രവർത്തക, IFFK സെലക്ഷൻ കമ്മിറ്റി അംഗം, ഒപ്പം തന്നെ WCCയുടെ സ്ഥാപക അംഗം, അങ്ങനെ പല രീതിയിലുള്ള തൂവലുകൾ അണിയുന്ന ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെടുന്നു. ആ ആക്രമിക്കപ്പെടുന്ന വിഷയം പുറത്തു പറയുമ്പോഴും കിട്ടേണ്ട പരിഗണന സിസ്റ്റത്തിൽ നിന്ന് കിട്ടാതാകുമ്പോൾ താൻ അതിജീവിതയല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരേണ്ടി വരുന്ന ഒരു അവസ്ഥ. ആ കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ നമുക്കൊപ്പം ആശ ആച്ചി ജോസഫ് തുറന്നു പറയാൻ പോകുന്നത്. നമസ്കാരം. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് കടന്നു പോയ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്? നമ്മൾ പൊതുവെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളാണ് നമ്മളെ ഏറ്റവും സ്വാധീനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം എൻ്റെ ചുറ്റുമുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ്. ആ പ്രിവിലേജിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ഈ കാര്യത്തിനെ നേരിടാൻ പറ്റിയത്. ഞാനിപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഒരു ടൈറ്റിലുകളൊക്കെ അണിയുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്ന് ഒരാളുടെ ഒരു പ്രവർത്തന രീതി കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ നിന്ന് നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ അവിടെ ആശ എവിടെയാണ് കുറച്ചധികം വൈകിപ്പോയതെന്ന് തോന്നുന്നത്? ആ ഒരു പ്രതികരണം അപ്പോഴുണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചില സ്വയം ധാരണകളുണ്ടല്ലോ. ആ ധാരണകളൊക്കെ തിരുത്തപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഞാൻ കരുതിയത് എനിക്ക് ഇതൊരു വർക്ക് പ്ലേസ് ഹാരസ്മെൻ്റ് ആണ്, പ്രോപ്പർ വർക്ക് പ്ലേസ് ഹാരസ്മെൻ്റ് ആണ്. അപ്പോൾ ആ വർക്ക് പ്ലേസിൽ അങ്ങനെ ഒരു ഹാരസ്മെൻ്റ് ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നില്ല. അതോടെ തന്നെ നമ്മുടെ കുറേ സ്ക്രൂ പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ രണ്ടാമത് അതിനി ആരോട് പരാതിപ്പെടണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളൊരു ചെറിയ കാലഘട്ടത്തിലേക്ക്, അതായത് ഒരു 12 ദിവസത്തേക്കാണ് നമ്മുടെ അസൈൻമെന്റ്. കേസ് കൊടുക്കാം അല്ലെങ്കിൽ പരാതി കൊടുക്കാം എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ കുറെ വൈകിയോ? കുറച്ച് ദിവസം. അതായത് അതെനിക്ക് മാനസിക ആഘാതം ഒന്ന് എന്നെ തന്നെ ചേർത്ത് പിടിക്കാൻ ഞാൻ എടുത്ത സമയമാണ് അത്. ഞാൻ 24-ാം തീയതി നവംബർ 24-നാണ് ഞാൻ ഈ കത്ത് മുഖ്യമന്ത്രിക്ക് എഴുതുന്നത്. അത് ഒരു 6-ാം തീയതി തൊട്ട്, നവംബർ 6-നാണ് സംഭവിക്കുന്നത്, 24 വരെ എടുത്തു. പിന്നെ ഞാൻ എന്ത് തരം കത്തെഴുതണം, എങ്ങനെ കത്തെഴുതണം, ഇപ്പൊ ഞാൻ ഈ തുറന്നെഴുത്ത് എഴുതിയ സമയത്തും അതിനും എടുത്തു ഒരു 1.5 മാസം. മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കാനായിട്ട് ആ ഒരു മാനസികമായി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. ആ ഒരു തയ്യാറെടുപ്പ് നടത്തി ആ ഒരു കത്തയക്കുന്നു. പക്ഷേ അത് 1 ദിവസം, 2 ദിവസം, 3 ദിവസം, അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്ന് 2 ആഴ്ചയോളം കഴിഞ്ഞ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത ശേഷമാണ് അതൊരു കേസായി മാറുന്നത്. അത് നിരാശപ്പെടുത്തിയിരുന്നു? അല്ല, ഞാൻ ഞെട്ടുക ചെയ്തേ. ഞാൻ ആക്ച്വലി ഈ പോലീസുകാരൊക്കെ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നമ്മൾക്കൊരു ഹീലിംഗ് വേണമല്ലോ. നമ്മൾക്ക് എന്നാലല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതായത് ഞാൻ കോളേജിൽ നിന്നൊക്കെ അവധിയെടുത്ത് വീട്ടിലിരിക്കുമായിരുന്നു. കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പിടിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഹീലിംഗ് യഥാർത്ഥത്തിൽ ആ പോലീസ് പ്രൊസീജിയറിൽ എനിക്കൊരു ഹീലിംഗ് ഉണ്ടായിരുന്നു. കാരണം അവരെന്നോട് കാര്യങ്ങൾ ചോദിച്ചു. നമുക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് നമ്മൾ എന്താ കടന്നുപോയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. എന്തോ നടക്കാൻ പോകുന്നു, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ഗിവ് മീ ജസ്റ്റിസ്. അതിൻ്റെ ആ പ്രൊസീജിയർ തുടങ്ങുന്നത് വളരെ എനിക്ക് എംപവറിങ് ആയിരുന്നു. ഞാൻ അവരോട് വളരെ താങ്ക്ഫുൾ ആയിരുന്നു. അന്നും ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇതുവരെ FIR ഇട്ടിട്ടില്ല. ഞാനിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ FIR ഇടുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ഇനി അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോകണം, FIR ഇടാൻ തന്നെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ 4 തവണയൊക്കെ കത്തയച്ചു എന്ന്. ഈ 4 തവണ കത്തയച്ചു എന്നുള്ളത് ഇമ്പോർട്ടൻ്റേ അല്ല. കാരണം നമ്മളൊരു സിസ്റ്റത്തോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ റിമൈൻഡർ അയക്കേണ്ടി വരും. എന്തായാലും അവര് നമ്മളെക്കാൾ ഒത്തിരി പണി ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം നമ്മൾ അവരെ അങ്ങനെ പരിഗണിക്കണമല്ലോ. നമ്മളങ്ങനെ അവര് ഉടനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ സിസ്റ്റത്തിന് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. കാരണം ഞാൻ പലപ്പോഴും ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു എനിക്ക് ഉണ്ടായ അടുത്ത ഞെട്ടൽ. കാരണം അതില് ആഭ്യന്തര വകുപ്പ് തന്നെ, മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം ഈ വർക്ക് പ്ലേസ് ഹാരസ്മെന്റിന്റെ ലോയിൽ നമ്മൾ പറയുന്നത് ആദ്യം തന്നെ ഈ
പിന്നെ പ്രതിയായിട്ട് കുറ്റം ആരോപിക്കപ്പെട്ട എന്നുള്ള രീതിയിലുള്ള ആളിനെ ആദ്യം തന്നെ മാറ്റി നിർത്തണം എന്നാണ് എല്ലാ സ്ഥലത്തുനിന്നും, അതായത് എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്നും. അപ്പം അങ്ങനെ ഒരു കാര്യവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതായത് യഥാർത്ഥത്തിൽ വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് നേരിട്ട ഒരാളോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറുന്നില്ല എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനും ഒരു പിന്നെ അതായത് നമ്മൾ ആ സിസ്റ്റത്തോടുള്ള ഒരു വിശ്വാസക്കുറവ് അവിടെയാണ് വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയത്. അത് മുഖ്യമന്ത്രിയോടുള്ള ഒരു വിശ്വാസക്കുറവായിരുന്നോ ആ ഒരു? അല്ല, മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസക്കുറവല്ല. കാരണം മുഖ്യമന്ത്രി ഒരാളല്ലല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ മാത്രമാണെങ്കിൽ നമുക്ക് സിസ്റ്റം ആവശ്യമില്ല. മുഖ്യമന്ത്രിയെ ഞാൻ കേരളത്തോട് വളരെ ആദരവുള്ള ഒരാളാണ്. കേരളത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ വന്ന ആളാണ്, തിരിച്ചു വന്ന ആളാണ്. ഞാൻ കുറേ വർഷം ഇവിടെ ഉണ്ടായിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയെ മാത്രം നമ്മുടെ പരാതികൾ ഏൽപ്പിക്കുന്നു, മുഖ്യമന്ത്രി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഒരു സിസ്റ്റം മുഖ്യമന്ത്രിയെ എംപവർ ചെയ്യുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കേരളം എംപവർ ചെയ്യുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു ഓഫീസിനോടാണ് പറയുന്നത്, ആ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തോടാണ് ഞാൻ പറയുന്നത്. അതിൽ മുഖ്യമന്ത്രി മാത്രമല്ല, അതിൽ വലിയൊരു സംവിധാനമുണ്ട്. അപ്പം ഇനി അഥവാ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും തരം പിന്നെ എന്താണ് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചിന്ത അങ്ങോട്ട് പോകാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അഡ്വൈസേഴ്സ് ഉണ്ടല്ലോ, ഈ കാര്യമൊക്കെ അഡ്വൈസ് ചെയ്യാവുന്നതാണ്. ഈ അക്കാദമി ചെയർമാനുമായി ഇത് ബന്ധപ്പെട്ടിരുന്നോ? അവിടെ നിന്നുള്ളൊരു മറുപടി എന്തായിരുന്നു? നമ്മുടെ മുഖ്യമന്ത്രിക്ക് എഴുതിയ സമയത്താണ് ഇതിൽ കോപ്പി വെച്ചിട്ടുള്ളത്. അപ്പം അക്കാഡമി ചെയർമാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അക്കാഡമി ചെയർമാൻ അല്ലാതെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വളരെ എംപതറ്റിക് ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികൾ എംപതറ്റിക് ആയിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ഒപ്പം നിൽക്കുമെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ ഈ അക്രമിയെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം എന്റെ കൂടെ നിൽക്കൂ എന്നുള്ള ധൈര്യത്തിലാണല്ലോ ഈ അക്രമം നടത്തുന്നത്. അതെ, ഇതിൽ തുറന്ന് സംസാരിക്കപ്പെടും. കാരണം WCC പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗമാണ്. ഇതൊക്കെ അറിയാത്ത ആളൊന്നുമല്ല ഈ നമുക്ക് നേരെ അതിക്രമം നടത്തിയ ആള്. ഇത് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നിയത്? അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. എനിക്ക് FIRന്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ മനസ്സിലായി സിസ്റ്റം ഇങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ വേറെ രീതി ആലോചിക്കണം എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സ്വയം നമ്മുടെ കൂടെയുള്ള, അതായത് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് കുറേ നെറ്റ്വർക്ക്സ് ഉണ്ട് ഇപ്പം. അപ്പം നമ്മൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും ഇങ്ങനത്തെ ഒരു കേസായിട്ട് പോലും ഇത് മനസ്സിലാക്കാത്ത അതിക്രമിയും ഇത് മനസ്സിലാക്കാത്ത സിസ്റ്റവുമാണ് ഉള്ളതെന്ന് നമുക്ക് ഏകദേശം പിടികിട്ടി. പക്ഷെ ഇത് ഇങ്ങനെ ഒരു പരിപാടിയാണെങ്കിൽ കേരളത്തിലെ ബാക്കിയുള്ള മനുഷ്യരൊക്കെ എന്ത് ചെയ്യും? ഒരു പ്രിവിലേജും ഇല്ലാത്ത, ഒരു രീതിയിലും ആക്സസ് ഇല്ലാത്ത മനുഷ്യർ എന്ത് ചെയ്യും? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലല്ലോ, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം എന്തൊക്കെ വേണമെങ്കിലും പെരുമാറാം. കോർട്ടിന് എമ്പതി ഉണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല, സത്യസന്ധമായിട്ട് പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് എന്ത് എമ്പതിയാണ്? നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ട്സൊക്കെ നമ്മളെ പേടിപ്പിച്ച് നമ്മൾ ഇവിടെ എങ്ങും നിൽക്കാതെ ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നതെന്ന് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. ആ സംശയം ബലപ്പെടുത്തുന്നതാണോ ഇപ്പോൾ ഈ ആൾക്ക് കിട്ടിയ മുൻകൂർ ജാമ്യം? തീർച്ചയായിട്ടും. അതായത് എമ്പതി ഉണ്ടെന്ന് കോർട്ട് പറയുന്നു, നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്ത എമ്പതി എന്തിനാണ്? അതായത് സിസ്റ്റത്തിന്റെ എമ്പതി ഉണ്ടെങ്കിൽ യു പ്രൂവ് ഇറ്റ്. നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഉള്ളത്, നമ്മുടെ കാര്യം നടത്താനാണ് അവിടെ. പക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം വിടാതെ ഓടുന്ന ഒരാളാണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഫോൺ പോലും എടുക്കാൻ പറ്റാൻ അത്രയും നിവൃത്തികേട്ടുള്ള ഒരു ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആശയുടെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇതുപോലെ ആശയെ കേൾക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളൊരു വിഷമം. അതായത് ഈ കാര്യത്തിൽ, ഈ മുൻകൂർ ജാമ്യ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, നമ്മുടെ കേസ് അവിടെ വന്നിട്ടില്ലല്ലോ. ഇത് മുൻകൂർ ജാമ്യം തന്നെ കേസാണ്. അപ്പൊ ആ സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് ശേഷമാണെങ്കിൽ ഒരു ഓർഡർ വരട്ടെ എന്ന് അവർ പറയുന്നു. ഓർഡർ എന്താ വന്നതെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. എനിക്കാരും ഓർഡർ അയച്ചു തന്നിട്ടില്ല. അത് നമ്മുടെ ഭാഗം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ കൃത്യമായി കേൾക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്.
അവരെന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ വാദിച്ചോളാം എന്ന് പറഞ്ഞു. എനിക്കുണ്ടായിരുന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓ ശരി എന്ന് പറയാനേ എനിക്ക് പറ്റിയുള്ളൂ. ആ സമയത്ത് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം ഞാൻ വളരെ പ്രഷറിലാണ്. ഞാൻ തിരുവനന്തപുരത്ത് ഈ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രഹസ്യമൊഴി, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ രഹസ്യമൊഴി എന്താന്ന്. അപ്പോൾ ഈ സ്ഥലം കാണിക്കാൻ പോകല്, അത് ദയവായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, അങ്ങനെ ദയവായിട്ട് ചെയ്യരുത്. മനുഷ്യരൊക്കെ ഭ്രാന്ത് പിടിച്ചു പോകും. അപ്പൊ ഇപ്പം നമുക്ക് വലിയ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉള്ളതല്ലേ. നമുക്ക് വേണമെങ്കിൽ ആ ഹോട്ടൽ റൂമിൽ നടന്നതിൻ്റെ ഒരു 3D മോഡലൊക്കെ കാണിച്ച് എന്നോട് ചോദിക്കാം വേണമെങ്കിൽ, ഇതെവിടെയാ, ഞാൻ എറണാകുളത്ത് ഇരിക്കുകയാണെങ്കിലും എനിക്ക് പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഈ ഒരാളെ അവിടെ കൊണ്ട്, അത് 6-7 പോലീസുകാരാ എൻ്റെ കൂടെ, അത് യൂണിഫോമില്. ഈ കോടതിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളെ ആക്രമിക്കാൻ മാത്രം ഒരു ശാരീരിക ബലമുള്ള ഒരാൾക്ക് ശരിക്കും ശാരീരിക അവശതകളുണ്ട് എന്ന് പറഞ്ഞ് ജാമ്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് വിശ്വസനീയമായിരുന്നു? എനിക്ക് വിശ്വസനീയമല്ലായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇങ്ങനെ, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കുറെ ഞെട്ടൽ ഞാൻ പറഞ്ഞില്ലേ, കുറെ ഞെട്ടലുകളിൽ കൂടി കടന്നു പോവാണ്. അതായത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഈ വർക്ക് ചെയ്ത സമയത്തും ഈ പ്രശ്നമുണ്ടാകുന്ന സമയത്തും ഒന്നും അദ്ദേഹത്തിന് ആ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളില്ല. മരുന്നൊക്കെ കഴിക്കുന്നുള്ള നമ്മളെല്ലാവരും പലതരം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഒരു മുൻകൂർ ജാമ്യം എടുക്കണമെങ്കിൽ, ഇത് ജാമ്യമില്ല കേസാണെന്നുള്ള ഇതിൽ മുൻകൂർ ജാമ്യം എടുക്കണമെങ്കിൽ അതിനൊരു കാരണം പറഞ്ഞു എന്നുള്ളതല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ആ കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം വരുന്നത്. കാരണം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പോഴും സുഖമായി നടക്കുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണം, അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പം? അത് എനിക്ക് ഇത്തിരി കൺഫ്യൂഷനാണ്. ഞാൻ അത് ചെയ്യണമെങ്കിൽ ഇനിയും വീണ്ടും ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകണം. മുഖ്യമന്ത്രിയോട് പറയണം, സാറേ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് വിശ്വാസക്കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരാളിനെ സാർ വെക്കണം. അത് പറയണമെങ്കിൽ പറയണം, വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ കേസുകളെങ്കിലും വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ നമുക്കൊരു മോഡൽ പോലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ, അത് വളരെ വീക്കായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആ രീതിയിൽ നോക്കുമ്പോൾ. കാരണം മുഖ്യമന്ത്രി തീരുമാനം എടുത്താൽ മാത്രമേ ഇതെല്ലാം നടക്കൂ എന്നുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ പണി എന്തൊരു ഭീകരമായ അവസ്ഥയായിരിക്കും. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും ആവശ്യമുള്ളവരെല്ലാം മുഖ്യമന്ത്രിയെ സമീപിക്കുക, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്തിനായിരിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾ, 9 വർഷത്തോളം അതിജീവിതയ്ക്കൊപ്പം നിന്ന് നിയമ പോരാട്ടം നടത്തുകയും അതിനൊപ്പം അവർക്കൊപ്പം മാനസിക പിന്തുണയൊക്കെ നൽകി നിൽക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് ഒരു റിയലൈസ് ചെയ്ത കാര്യം? എൻ്റെ ഡിഗ്നിറ്റി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനിതുവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എൻ്റെ ഡിഗ്നിറ്റി ഒരു ദിവസം ഒരു പെർവേർട്ടായിട്ടുള്ള ചിന്തയിലൂടെ എനിക്ക് നഷ്ടമാകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ഓടിപ്പോരേണ്ടി വരുന്നു. ഞാൻ എന്തിനാണ് ഒരു സ്ഥലത്ത് നിന്ന് ഓടിപ്പോരേണ്ടി വരുന്നത്? ഒരു സാധാരണ ഡിന്നർ കഴിക്കാൻ പോയ ഒരു സ്ഥലത്തു നിന്ന് ഞാൻ ഓടിപ്പോരേണ്ടി വരുന്നത് പലതരം പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അവിടെ മുതൽ എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ഞാനൊരു സിനിമ ചെയ്ത് ആ സിനിമ പുറത്തിറക്കി ഇപ്പം സെൻസർ കിട്ടിയതേ ഉള്ളൂ, അപ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ അത് മുഴുവൻ താഴെപ്പോയി. കഴിഞ്ഞൊരു 2 മാസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ ഫെസ്റ്റിവൽസിനയക്കണം, മറ്റു കാര്യങ്ങൾക്കായി, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്കിപ്പോഴും അതിൽ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഭയങ്കരമായി താഴെ പോയതിൻ്റെയാണ്. ഇനി അവിടെ നിന്ന് പിടിക്കണം. എൻ്റെ സാധാരണ ജോലി പോലും ഞാൻ ചെയ്യുന്നില്ല, കോളേജിൽ വെറുതെ പോകുന്നതാണ്. കുട്ടികൾ എന്നെ സഹായിക്കുന്നതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു. എന്തായാലും ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഒരു മധ്യഭാഗത്താണ്, മധ്യഭാഗമല്ല, സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എന്തായാലും ഇതുവരെ സിസ്റ്റം ചേർത്ത് പിടിച്ചില്ല, ഇനിയെങ്കിലും ചേർത്ത് പിടിക്കണം എന്നൊരു ആവശ്യമാണ് ആശയ്ക്ക് പറയാനുള്ളത്.